ഒരു കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് കടന്നു വന്ന ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ പള്ളികൾ ഉണ്ടാക്കി, പള്ളിയോട് ചേർന്ന് പള്ളിക്കുടങ്ങൾ ഉണ്ടാക്കി. ആ പള്ളിക്കുടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാർ പറഞ്ഞത് ഈ പള്ളിക്കുടങ്ങളിൽ പഠിക്കേണ്ടതും ക്രിസ്ത്യാനിയുടെ കുട്ടി മാത്രമല്ല, ഇവിടെ ഹൈന്ദവന്റെ കുട്ടി പഠിക്കണം, ഇവിടെ മുസൽമാന്റെ കുട്ടി പഠിക്കണം എന്ന് പറഞ്ഞ് കേരളത്തിന്റെ വിദ്യാഭ്യാസ നവോത്ഥാന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഏടുകൾ അടയാളപ്പെടുത്തി കടന്നുപോയ ചാവറ ഇലിയാസ് കുര്യാക്കോസ് അച്ഛന്റെയും യഗൂപ്രാസിയമ്മയുടെയും മണ്ണാണിത്. അരയിൽ കെട്ടിയ വിധേയത്വത്തിന്റെ തോർത്തഴിച്ച് തലയിൽ കെട്ടി ആരടാ എന്ന് ചോദിച്ചാൽ ഒരു സമുദായത്തെ ഞാനടാ എന്ന് പറയാൻ പഠിപ്പിച്ച എന്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ നിങ്ങളുടെ പാഠശാലകൾ തുറന്നു നൽകിയില്ലെങ്കിൽ നിങ്ങളുടെ പാഠങ്ങളിൽ ഞാൻ പുല്ലുമുളപ്പിക്കുമെന്ന് പറഞ്ഞ കേരളത്തിന്റെ മണ്ണിലൂടെ വില്ലുവണ്ടി പായിച്ചു പോയ ധീര വിപ്ലവകാരി മഹാത്മാ അയ്യങ്കാളിയുടെ മണ്ണാണിത്. മാനവികതയുടെയും മതേതരത്വത്തിന്റെയും മഹത്തായ മുദ്രാവാക്യങ്ങൾ മാനവരാശിയോട് പറഞ്ഞ ശ്രീനാരായണ മന്ത്രങ്ങൾ മുഴങ്ങിക്കേട്ട മണ്ണാണിത്. കുത്തമിനാറിന്റെ ആകാശത്തു നിന്നൊരു മാലാഖ ഇറങ്ങി വന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണോ അതോ ഹിന്ദു മുസ്ലിം മതമൈത്രി വേണോ എന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഹിന്ദു മുസ്ലിം മതമൈത്രി വേണമെന്ന് പറഞ്ഞ മൗലാന അബുൽ കലാം ആസാദിന്റെ പിന്മുറക്കാർ നേതൃത്വം കൊടുത്ത നവോത്ഥാന പാരമ്പര്യമാണിത്. അറിവിന്റെ അത്യുംഗ ശൃംഗങ്ങളിലേക്ക് നടന്നു കയറുമ്പോഴും കേരളം എന്ന് പറയുന്ന ഭ്രാന്താലയത്തെ കുറിച്ച്